ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂടെ പേരായിട്ട് അഭിനയിച്ചാൽ എന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാൻ ആരെ പറയും? ഇന്ദ്രൻ സേട്ടൻ. ഇന്ദ്രൻ സേട്ടൻ അയ്യോ അതൊരു വേറൊരു മനുഷ്യനാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ചേട്ടനാണ്. എനിക്ക് കൂട്ടുകാരി എന്നാണ് വിളിക്കുന്നത്. ഞാൻ കൂട്ടുകാരാ ഡാർലിംഗ് എന്നൊക്കെ വിളിക്കും. പിന്നെ കൂട്ടുകാരി, എവിടെയാണ് കൂട്ടുകാരി? എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ ചിലപ്പോൾ നമ്മളുടെ തിരക്കിനിടയിൽ വിട്ടുപോകും. എങ്കിലും ഞാൻ വിളിക്കാറുണ്ട്. 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ വിളിക്കും, എവിടെയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ വിളിച്ചില്ലെങ്കിലും തിരിച്ച് വിളിച്ചിട്ട് എവിടെയാടാ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ഇന്ദ്രേട്ടൻ. എനിക്ക് ഒരു അനുഭവം എങ്ങനെയായിരിക്കും ഇന്ദ്രൻസേട്ടുള്ള അഭിനയിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ ഒന്ന് എങ്ങനെയായിരിക്കും? ചുമ്മാ ഇരിക്കുന്ന ഇന്ദ്രൻസേട്ടന് അഭിനയിക്കാൻ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ വരുമ്പോൾ എല്ലാവരും മാറുവാണ്. അങ്ങനെ ഒരു ചേഞ്ചും വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചേഞ്ചും എങ്ങനെയാണ് ഇന്ദ്രൻസേട്ടൻ? വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര കുസൃതിയാ, ഭയങ്കര ചട്ടമ്പിയാണ് ഇന്ദ്രേട്ടൻ. വെറുതെ ആവശ്യമില്ലാതെ ഈ കൊച്ചു പിള്ളേരുടെ കാട്ടിലും കഷ്ടമായിട്ട് കുസൃതികൾ കാണിക്കുന്ന ഒരാളാണ് ഇന്ദ്രൻസേട്ടൻ. പറ്റിക്കലുണ്ടല്ലോ, അവിടെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് പോകുമ്പോൾ കസേര ചാടി കയറി ഇരിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കുസൃതികളാണ് ഞാൻ പറയുന്നത്. ഇത് മാറിക്കഴിയുമ്പോൾ തൊട്ട് മുമ്പ് നമ്മളോട് ചോദിക്കും, എടാ ഞാനത് എങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഇപ്പം ഒരു ഹോമിൽ നമുക്കൊരു ഫ്രിഡ്ജും കൂടി വാങ്ങിയാലോ എന്ന് ചോദിക്കുന്ന ഒരു ഇതിൽ അതിനകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, 2 കട്ടിലും കൂടെ ഇട്ട് നീ അതിനകത്ത്, അങ്ങനെ ഒരു ഡയലോഗ്. അത് ഞാൻ ആ ഇതിൽ പറഞ്ഞതാ, അങ്ങനെ കൂടെ പറഞ്ഞാലോ എന്ന്. അത് ഇന്ദ്രേട്ടൻ ഒരു മടിയില്ലാതെ അത് ഏറ്റുവാങ്ങി പറഞ്ഞു. നമ്മളൊരു സജഷൻ പറഞ്ഞാൽ ഇന്ദ്രേട്ടൻ എപ്പോഴും പറയും, എടാ നീയാണ് പേരായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഫ്രീഡമാണ്, വേറെ ആരെങ്കിലും വരുമ്പോൾ എനിക്ക് ടെൻഷനാ, കാരണം എങ്ങനെ എടുക്കും. ഇപ്പോഴും അങ്ങനത്തെ ഒരാളാ. ഇരിക്കും ഇന്ദ്രേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസേരയുടെ അറ്റത്തേ ഇരിക്കുള്ളൂ, അല്ലേ? അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പോൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള, ഇപ്പോഴും സ്റ്റാർഡം തലയ്ക്ക് പിടിക്കാത്ത ഒരു പാവപ്പെട്ട ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പം സിനിമയിൽ ഇപ്പോഴും കോണ്ടാക്ട്സ് ഉള്ളതും ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഇന്ദ്രൻസേട്ടനെയാണ്. ഉഗ്രൻ ആക്ടറുമാണ്, 100%. ഉഗ്രൻ ആക്ടറാണ്. ഈ ചെയ്തു വെച്ച സിനിമകളിൽ പല കഥാപാത്രങ്ങളുണ്ടല്ലേ, എന്നും മനസ്സിലിരിക്കുന്ന കഥാപാത്രം ഏതായിരിക്കും? എൻ്റെ കുട്ടിയമ്മ. എൻ്റെ എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം എനിക്കൊരു തിരിച്ചുവരവ് തന്നത്, ജനങ്ങളുടെ ഇടയിൽ എന്നെ ജനകീയമാക്കിയത് കുട്ടിയമ്മയാണ്. സിനിമ വേൾഡ്. ആ കഥാപാത്രത്തിൽ വേറെ ആരെയും അവർ ചിന്തിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവിൽ. ഇല്ല, ഉണ്ടായിരുന്നു. ആ സമയത്ത് കോവിഡിൻ്റെ ആ സമയമായിരുന്നല്ലോ, ആ സമയത്ത് കാസ്റ്റ് തന്നെ വേറെ ആയിരുന്നു. അന്ന് കാസ്റ്റ് വേറെ, എനിക്ക് ഇന്ദ്രേട്ടൻ്റെ അറിയില്ല. പക്ഷേ എൻ്റെ ഇതിലേക്ക് ഉർവശി ചേച്ചിയെ അവർ ആദ്യം നോക്കിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോവിഡ് ആയതുകൊണ്ട് ഈ പ്രോട്ടോകോളൊക്കെ വേണമല്ലോ, യാത്രയും കാര്യങ്ങളും ഒക്കെ. ഇവിടെ വന്ന് പിന്നെ എത്രയോ നാള് ഇതിലിരിക്കണം, ക്വാറന്റൈൻ ഇരിക്കണം, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് അവർ ആ സമയത്ത് എന്തോ മാറ്റി ചിന്തിച്ചതാണ് ഇന്ദ്രേട്ടനെയും എന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ സോറി. എനിക്കുള്ള അറിവനുസരിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്നാണ്. ആ കുട്ടിയമ്മ ഒരു ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു, ഒരു മാറ്റമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സിനിമകളെല്ലാം വേറെ രീതിക്ക് യാത്ര ചെയ്തു. ഇപ്പോൾ ഫാലിമി ആണെങ്കിലും നമുക്ക് ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ വേറെ വെറൈറ്റി അമ്മയായിട്ട് അല്ല, വേറെ വെറൈറ്റി ആണ്. ഈ മാറി മാറി ഓരോ സീനുകൾ ചെയ്യുമ്പോൾ, ഓരോ സിനിമയിൽ മാറി മാറി അമ്മ വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആരെങ്കിലും നമ്മൾ കാണാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സ്വന്തം അമ്മയെ കാണാറുണ്ട്? കുട്ടിയമ്മ ചെയ്യുന്ന സമയത്ത്, കുട്ടിയമ്മ നമ്മുടെ ഒക്കെ വീടുകളിലുള്ള അമ്മയുടെ വേറൊരു രൂപമാണ്. അമ്മയ്ക്കൊരു മുഖേ ഉള്ളൂ, മിക്ക അമ്മമാരും ഒരുപോലെയാണ്. മെയിൻലി കുട്ടിയമ്മ, ഞാൻ, എൻ്റെ അമ്മ, ലളിത അമ്മ, സുജിത്തിൻ്റെ അമ്മ, അങ്ങനെ കുറേ, എൻ്റെ പേരമ്മ, അങ്ങനെ കുറേ അമ്മമാരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ അങ്ങനെ ഒരു, അതായത് വീട്ടിൽ കിടന്ന് ഇഷ്ടംപോലെ പണിയും എല്ലാം ചെയ്യും, എല്ലാത്തിനും മുമ്പിലുണ്ടാവും, അസുഖങ്ങളൊന്നും ഒരു മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇപ്പം ആ കുട്ടിയമ്മയ്ക്ക് കാല് വയ്യാഴികയുണ്ട്. അപ്പം കുട്ടിയമ്മ അതിനകത്ത് പറയുന്നുണ്ട് ഡയലോഗ്, നേഴ്സായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പം അച്ഛൻ്റെ കാര്യം നോക്കി നിൽക്കുക എന്നുള്ളൊരു പറയുന്നുണ്ട്. കുറേ ഓടിയതാ ചെറുപ്പത്തിൽ എന്ന് പറയുന്നുണ്ട് ഇന്ദ്രേട്ടൻ്റെ ഡയലോഗ്.
അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണ്, എത്ര വയ്യെങ്കിലും രാവിലെ എണീക്കാൻ വയ്യെങ്കിലും പ്രാഗി വന്ന് നിൽക്കും, എല്ലാം ചെയ്യും. വൈകുന്നേരം തോറ്റം പറിച്ചില്ല, കൈ വയ്യ, കാല് വയ്യ, അത് വയ്യ, അമ്മ ഞാൻ ഒരാളെ നിർത്താം, വേണ്ട അത് വന്നാൽ ശരിയാവില്ല, ആര് നിന്നാലും അമ്മ കുക്ക് ചെയ്താലേ ശരിയാവും, അത് ശരിയാവത്തില്ല എന്ന് പറയും. ഇതേ ഇത് തന്നെയാണ് സുജിത്തിൻ്റെ അമ്മ. എത്ര വയ്യെങ്കിലും രാവിലെ എഴുന്നേറ്റ് പണിയെടുക്കും. അവിടെ അമ്മ പിന്നെ എന്ന് വെച്ചാൽ ഒരു 10-11 മണിയും പിന്നെയും 1 മണിക്കൂർ കിടക്കും, പിന്നെയും തിരിച്ചു വന്നിട്ടാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നമ്മുടെ വീടുകളിലൊക്കെ പലർക്കും പല സമയത്താണ് ഭക്ഷണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലവർ 8 മണിക്ക് കഴിച്ചാൽ ചിലവർ 10 മണിക്ക് കഴിക്കും, ചിലവർക്ക് 1 മണി കഴിച്ചാൽ 3 മണിക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ. വന്ന് കയറുന്ന ചിലപ്പോൾ പിള്ളേരൊക്കെ 2-3 മണിക്കാണെങ്കിൽ ഇതിനൊക്കെ പുറകെ നിൽക്കുന്ന അമ്മമാരാണ്. അപ്പം അത് എനിക്ക് അവരെയൊക്കെ റെഫർ ചെയ്തിട്ടാണ് കുട്ടിയമ്മ ചെയ്തത്. നടത്തം, ലളിതാമ്മയുടെ നടത്തമൊക്കെ ഞാൻ എടുത്തിരുന്നു. ലളിതാമ്മ റിയൽ ലൈഫിൽ കാല് വയ്യായിരുന്നു, അപ്പം അതെടുത്തിരുന്നു. കാലിമിലേക്ക് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരുപാട് സ്ത്രീകളെ നമുക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഉള്ളുകൊണ്ട് അവർ ഭയങ്കര ബോൾഡായിരിക്കും, പക്ഷെ നിസ്സഹായത ഉണ്ട്. നിസ്സഹായതയാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം അവരാണ് പണിക്ക് പോകുന്നത്, ഭർത്താവ് ജോലിയൊന്നും എടുക്കൂല, ഭർത്താവ് മറ്റേ പ്രസ് ഇട്ടിട്ട് കൊണ്ടുവന്ന് നശിപ്പിച്ചു, ഇവര് ജോലിക്ക് പോയിട്ടാണ് ചെയ്യുന്നത്. ഒരു നിസ്സഹായത കിടക്കുന്നത്. അതായത് ഭർത്താവാണ്, ഉപേക്ഷിക്കാനും പറ്റൂല, ആയ കാലത്ത് അയാൾ നോക്കിയിട്ടുണ്ടാവണം, സ്നേഹം കിട്ടിയിട്ടില്ല. അതിനകത്ത് നിതീഷ് പറഞ്ഞ ഒരു ഇതുണ്ട്, അതിനകത്ത് ട്രെയിനിൽ നിന്ന് ചാടുന്ന ഒരു സീനുണ്ടല്ലോ, ആ സീക്വൻസിലാണ് വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ അയാളുടെ ഭാര്യയെ ഒന്ന് തൊടുന്നത്. ആ സമയത്തായിരിക്കണം. അതാണ് നിതീഷിൻ്റെ കോൺസെപ്റ്റ് ആയിരുന്നത്. അതായത് ഒരു സ്നേഹത്തോടെ ഒന്ന് തൊടുകയോ ഒന്ന് ഹഗ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ. ഇവരും ഇങ്ങനെ ജീവിക്കുന്നു, മക്കളുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, മക്കളുടെ കാര്യം നോക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മോനും എന്തൊക്കെയോ ചെയ്യുന്നു. അത് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്, അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതാണ് അവിടെ പിടിച്ചിരിക്കുന്നത് അല്ലേ. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും മറക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവം എന്തായിരിക്കും? എനിക്ക് മറക്കണം, അത് എനിക്കിനി വേണ്ട, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, അങ്ങനെ ചിന്തിക്കുന്ന സമയം ഏതായിരിക്കും? പാസ്റ്റ്, നമുക്ക് വിഷമമുള്ള പാസ്റ്റ്, നമുക്ക് സങ്കടം തരുന്ന പാസ്റ്റുകൾ, അത് വേണ്ട, അത് കഴിഞ്ഞതല്ലേ. നമ്മുടെ പാസ്റ്റുകളെല്ലാം കഴിഞ്ഞതാണ്. കഴിയാത്ത പാസ്റ്റ് ഒന്നേ ഉള്ളൂ, വീടിന് വേണ്ടി എടുത്ത ലോൺ. അത് കഴിയില്ല, അത് പ്രസന്റ് ആണ്, ഫ്യൂച്ചറാണ്. പക്ഷെ അല്ലാതെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും പാസ്റ്റാണ്. മറക്കാൻ പറ്റാത്തത് ലോൺ മാത്രമേ ഉള്ളൂ. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് വണ്ടിക്കാണെങ്കിലും വീടിനാണെങ്കിലും അത് നമുക്ക് ലോൺ പ്രസന്റും ഫ്യൂച്ചറും ഒക്കെയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.